അച്ഛനെതിരെ അമ്മാവൻ കേസ് കൊടുത്തിരുന്നു. ഞാനും സാക്ഷി പറഞ്ഞു. അച്ഛൻ ജയിലിലായി 6 വർഷം. ആ സമയത്ത് അമ്മാവൻ എന്നെ ആയിരപ്പറയിലേക്ക് കൊണ്ടുവന്നു. എന്നെ പഠിപ്പിച്ചു. ഒരു കുറവും വരുത്താതെ, അച്ഛനും അമ്മയില്ലാത്ത വിഷമം പോലും അറിയിക്കാതെ എന്നെ നോക്കി. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതില് അമ്മായിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വഴക്കിട്ട അമ്മായിയെ ബാലമാമൻ ഇറക്കി വിട്ടു. അന്ന് അരവിന്ദേട്ടനും അമ്മായിയോടൊപ്പം പോയി. ഒരു 6 വയസ്സുകാരിയുടെ അപ്പോഴത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതൊന്നും ഞാൻ പുറത്തുള്ള ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം മനസ്സിലൊതുക്കി ഞാൻ വളർന്നു. രണ്ടനമ്മ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഞാൻ ചിറ്റാന്ന് വിളിച്ചു കൂടെ നിന്നു. ചിറ്റയ്ക്കും അച്ഛനും ഉണ്ടായ കല്യാണി എന്ന കല്ലുവിനെ എന്റെ കൂടെ നിർത്തി. അവളെ ഞാൻ പഠിപ്പിച്ചു. സ്വയം അധ്വാനിച്ച് ഞാനാ കുടുംബം നോക്കുന്നത്. ഇപ്പോഴും പേരിന് മാത്രം ഒരച്ഛൻ. ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നതെല്ലാം എടുത്തോണ്ട് പോയി കുടിക്കും. ചിറ്റപ്പറ്റി പിന്നെ പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛനും ചിറ്റയും തമ്മിൽ ചേരും. 2 പേർക്കും ആർത്തിയാ. ഒക്കെ ഈ കല്യാണത്തോടെ മാറും ചാരു. ഒരു കോട്ട പോലെ നിന്നെ സംരക്ഷിക്കാൻ ഒരമ്മാവനില്ലേ? പ്രിയൻചേട്ടനോട് പറഞ്ഞു ബാലമാഷിനെ പറ്റി. ഞങ്ങള് ഈ നാട്ടില് വന്നപ്പോ മുതൽ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും എന്തൊരു സ്നേഹവും ബഹുമാനമാ. ശരിക്കും നിന്റെ കഥ കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ ഓർത്തത്. എന്നെ സ്നേഹിക്കാൻ എന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട്. വീടിനുള്ളില് എനിക്ക് ശത്രുക്കളില്ല. ആ കുടുംബം നോക്കേണ്ടത് എന്റെ കടമയാ. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും എന്നെ അടിച്ചോടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ദ്രോഹിക്കാനും എന്നെ കുറ്റപ്പെടുത്താനുമേ അവിടെ ഉള്ളവർക്ക് സമയമുള്ളൂ. അവിടെയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ നഗരത്തിലെത്തിയത്. പക്ഷെ അവിടെയും രക്ഷയില്ല. നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികളുടെ പേരേ മാറുന്നുള്ളൂ. സ്ഥലങ്ങളും ബാക്കി കണ്ണീരും എല്ലാം ഒന്നുപോലെയാ. കുറച്ച് തൊലി വെളുപ്പും കൂടി ഉണ്ടായിപ്പോയി കഴിഞ്ഞാ പിന്നെ പറയും വേണ്ട. പിന്നെ ചാരുന് കുടുംബത്തിനകത്താ ശത്രുക്കള്, എനിക്ക് കുടുംബത്തിന് പുറത്തും. ഞാൻ ടൗണിലൊരു ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നെന്ന് പറഞ്ഞില്ലേ? അവിടെയുണ്ട് എനിക്ക് 3 കൂട്ടുകാരികള്. അവർക്കൊക്കെ പറയാനുള്ളത് ഇതുപോലുള്ള കഥകളാ. നാട്ടില് ഞാൻ എന്റെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒരു തന്റേടി പെണ്ണിന്റെ മുഖംമൂടി എടുത്തണിയും. അങ്ങനെയാ ചട്ടമ്പിപ്പാറും ആയത്. ചാരു വെറും പാവമായിപ്പോയി. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും അല്പം തന്റെ ഇടം കാണിക്കുന്നൊക്കെ നല്ലതാ. ഞാൻ മനസ്സിലാക്കിയ ചാരു എന്നെ പോലെ തന്നെയാ. അത്രയും പാവമായിക്കോടാ. ഞാനത്ര പാവമൊന്നും അല്ല. അത് പാറുവിന് തോന്നിയതാ. എന്റെ അച്ഛനെ പോലുള്ളവരുടെ മുൻപില്, ചിറ്റയെ പോലുള്ളവരുടെ മുൻപില് ഞാൻ അല്പം തന്റേടിയാ. ചട്ടമ്പിച്ചാരുവാന്ന് തന്നെ കൂട്ടിക്കോളൂ. ചിറ്റയ്ക്ക് ചിറ്റയുടെ ഒരു ബന്ധു ബാബുക്കുട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കാനായിരുന്നു മോഹം. ഇപ്പോഴും അവരാ മോഹം വിട്ടിട്ടൊന്നുമില്ല. കള്ളനും തെമ്മാടിയായ ബാബുക്കുട്ടനെ അച്ഛന് വേണം. കള്ളു കുടിക്കാനും കാശുണ്ടാക്കാനും ബാബുക്കുട്ടനെ വേണം. കല്യാണ നിശ്ചയം വരെ എത്തിച്ചതാ അവര്. എന്റെ തന്റെ ഇടവും ചേർത്ത് നിൽപ്പും കൊണ്ടാ അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അതിനിപ്പോ മാറ്റം ഉണ്ടായല്ലോ. അമ്മാവന്റെ തണലില് ആയിരപ്പറയിൽ എത്തുമ്പോ അവരെ പേടിക്കണ്ടല്ലോ. അപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ ബാലമാമനുണ്ടല്ലോ. പിന്നെ നിന്റെ അക്കുചേട്ടനും. എന്റെ ഗന്ധർവനെ പോലെ ഏതാപത്തിലും എത്തുന്ന ഒരു ഗന്ധർവൻ. എന്റെ മനസ്സ് പറയുന്നത് ഈ കല്യാണത്തോടെ നിന്റെ ജീവിതം മാറുന്ന. നീ ധൈര്യമായിട്ടിരിക്കെ.